ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നേതൃത്വത്തിലുള്ള എൻ.ഡി.എ ഭൂരിപക്ഷം നേടിയതിനു പിന്നാലെ ഛത്തീസ്ഗഡിലെ ബൽറാംപൂരിൽ 30 വയസ്സുകാരൻ കാണിച്ച ഒരു അഭ്യാസ പ്രകടനമാണ് ഇപ്പോൾ വൈറലാകുന്നത്. അതായത് തന്റെ വിരൽ മുറിച്ച് ക്ഷേത്രത്തിൽ വെച്ച് കാളി ദേവിക്ക് സമർപ്പിച്ചിരിക്കുകയാണ് ഈ 30കാരൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ബി.ജെ.പി. അനുഭാവിയായ ദുർഗേഷ് പാണ്ഡെ ആകെ വിഷമത്തിലായിരുന്നു. തുടർന്ന് കാളിക്ഷേത്രത്തിലെത്തി ബി.ജെ.പിയുടെ വിജയത്തിനായി പ്രാർത്ഥിച്ചു. അവസാന ഫലത്തിൽ ബി.ജെ.പി. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയരുന്നതും എൻ.ഡി.എയുടെ ഭൂരിപക്ഷം 272 കടന്നതും കണ്ടപ്പോൾ പാണ്ഡെ ആഹ്ലാദഭരിതനായി വീണ്ടും കാളിക്ഷേത്രത്തിൽ ചെന്ന് ഇടതു കൈയിലെ വിരൽ വെട്ടി ദേവിക്ക് സമർപ്പിക്കുകയായിരുന്നുവെന്നാണ് വിവരം. അതിനുശേഷം മുറിവിൽ തുണി കെട്ടി രക്തസ്രാവം തടയാൻ ശ്രമിച്ചു. എന്നാൽ യുവാവിന്റെ നില ഗുരുതരമായി. ഇതിനു പിന്നാലെ യുവാവിനെ തമരിയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ വീട്ടുകാർ എത്തിച്ചു. മെഡിക്കൽ സ്റ്റാഫ് അടിയന്തര പ്രഥമ ശുശ്രൂഷ നൽകിയെങ്കിലും പരിക്കിന്റെ വ്യാപ്തി കാരണം അംബികാപൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ രക്തസ്രാവം തടയാൻ ശസ്ത്രക്രിയ നടത്തി. നിർഭാഗ്യവശാൽ ചികിത്സ വൈകിയതിനാൽ യുവാവിന്റെ വിരലിന്റെ അറ്റുപോയ ഭാഗം അവർക്ക് വീണ്ടും ഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അപകടനില തരണം ചെയ്ത പാണ്ഡെയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. ബോധം വന്ന ശേഷം ഇയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് മുന്നിട്ടു നിൽക്കുന്നത് കണ്ട് ഞാൻ അസ്വസ്ഥനായിരുന്നു. കോൺഗ്രസ് അനുഭാവികൾക്ക് വലിയ ആവേശമായിരുന്നു കണ്ടത്. ഗ്രാമം മുഴുവൻ വിശ്വസിക്കുന്ന എന്റെ ഗ്രാമത്തിലെ കാളിക്ഷേത്രം ഞാൻ സന്ദർശിച്ചു. ഞാനും അതിൽ വിശ്വസിച്ച് ഒരു നേർച്ച നടത്തിയെന്നാണ് പാണ്ഡെ പറഞ്ഞത്. ഏതായാലും ഈ വാർത്ത ഇതിനോടകം തന്നെ വൈറലായി മാറിയിരിക്കുകയാണ്. അതേസമയം ബി.ജെ.പി. അയോധ്യയിൽ തോറ്റതിൽ പ്രതിഷേധിച്ച് നടൻ സുനിൽ ലാഹ്രി എത്തിയതും മുൻപ് വൈറലായിരുന്നു. വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിഷേധം. രാമാനന്ദ സാഗറിന്റെ രാമായണം എന്ന സീരിയലിൽ ലക്ഷ്മണന്റെ റോൾ ചെയ്തത് സുനിൽ ലാഹ്രിയായിരുന്നു. അയോധ്യ ജനങ്ങൾ വോട്ട് ചെയ്യാത്തതിലായിരുന്നു നടന്റെ വിമർശനം. രാമക്ഷേത്രമടക്കം അയോധ്യയിൽ നൽകിയിട്ടും ജനങ്ങൾ ബി.ജെ.പിയെ പരാജയപ്പെടുത്തിയെന്നായിരുന്നു സുനിലിന്റെ ആരോപണം. തോൽവിയിൽ വളരെ രോഷത്തോടെയായിരുന്നു സുനിൽ ലാഹ്രി സംസാരിച്ചത്. അയോധ്യയിലെ ജനങ്ങൾ അവരുടെ രാജാവിനെ വഞ്ചിച്ചിരിക്കുകയാണെന്നും തീർത്തും സ്വാർത്ഥരാണ് അവരെന്നുമാണ് സുനിൽ കുറിച്ചത്. അയോധ്യയിൽ ബി.ജെ.പി. പോലും പ്രതീക്ഷിക്കാത്ത തോൽവിയാണ് പാർട്ടി നേരിട്ടത്. പ്രാദേശികമായ വിഷയങ്ങളടക്കം ബി.ജെ.പിയെ ബാധിച്ചിട്ടുണ്ട്. മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും എസ്.പിയിലേക്ക് പോവുകയായിരുന്നു.